നിങ്ങൾ PSC പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറാണ്. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ഏറ്റവും വലിയ സംശയം ഇതായിരിക്കും: 3-4 വർഷം കൊണ്ട് PSC പഠിക്കുന്ന ആൾക്കാരുണ്ട്, ഒരു എക്സാമിന് ചേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചേട്ടന്മാരുണ്ട്, ചേച്ചിമാരുണ്ട്. എനിക്ക് അവരെയൊക്കെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് 6 മാസം കൊണ്ട് ഒരു എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും. അവരെ കൊണ്ടേ പറ്റിയില്ല, പിന്നെ എന്നെ കൊണ്ട് പറ്റുമോ? അങ്ങനെയല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എന്റെ ഉത്തരം ഇതാണ്: യെസ്, തീർച്ചയായിട്ടും പറ്റും. 6 മാസം ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. എന്താണ് ഒരു ബിഗിനർക്കുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്നറിയാം? അവർക്കൊരു ക്ലീൻ സ്റ്റാർട്ട് കിട്ടും. അതായത് ബാക്കി എല്ലാവരും, സീനിയേഴ്സ് എല്ലാം തന്നെ അവർ കുറേ പഠിച്ചു, കുറേ സാധനങ്ങൾ മൊത്തം പഠിച്ചു, കുറേ മെറ്റീരിയൽസ് അവരുടെ കയ്യിലുണ്ട്, കുറേ നോട്ട്സ് ഉണ്ട്, അവർക്ക് ഇനി അറിയത്തില്ല എന്താണ് പഠിക്കേണ്ടത്, മുമ്പോട്ട് എങ്ങനെ പോകണം. പക്ഷേ നിങ്ങൾക്ക് ആ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അതായത് നിങ്ങൾ കൃത്യമായിട്ട് ഒരു സ്ട്രാറ്റജിയെ ഫോളോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കുക. ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടായിരിക്കും ഒരു സീനിയർ 3-4 വർഷം പഠിച്ചിട്ടും അയാൾക്ക് ജോലി കിട്ടാത്തത്? അപ്പൊ അവിടെ തന്നെ ഉത്തരവുണ്ട്: പുള്ളിയുടെ സ്ട്രാറ്റജി ശരിയല്ല. ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരാം. അതായത് ഒരാള് എല്ലാ ദിവസവും പഠിക്കുകയാണ്, എല്ലാ ദിവസവും 1 മണിക്കൂർ മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ 1.5 മണിക്കൂർ പഠിക്കുന്നു, 2 മണിക്കൂർ പഠിക്കുന്നു. പക്ഷേ 3-4 വർഷം കൊണ്ടായിട്ടും ജോലി കിട്ടുന്നില്ല. റീസൺ എന്താണെന്നറിയാം? മക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരാള് തിങ്കളാഴ്ച എന്നൊരു ദിവസം എടുക്കുകയാണ്. തിങ്കളാഴ്ച ഫിസിക്സ് എന്ന ടോപ്പിക്ക് മാത്രം പഠിക്കുന്നു, അതിലൊരു ടോപ്പിക് എടുക്കുന്നു, താപം അല്ലെങ്കിൽ പ്രകാശം ഒരു ടോപ്പിക്ക് പഠിക്കുന്നു. ചൊവ്വാഴ്ച ജോഗ്രഫിയിൽ ഒരു ടോപ്പിക്ക് പഠിക്കും, ബുധനാഴ്ച ബയോളജിയിൽ ഒരു ടോപ്പിക്ക് പഠിക്കും, വ്യാഴാഴ്ച ഹിസ്റ്ററിയിൽ ഒരു ടോപ്പിക്ക് നോക്കും. 1.5 മണിക്കൂറെങ്കിലും എടുക്കും ഒരു ടോപ്പിക്ക് തീർക്കാനായിട്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മാത്സ് നോക്കുന്നു, അതിന്റെ പിറ്റേ ദിവസം ഇംഗ്ലീഷ് നോക്കുന്നു, അതിന്റെ പിറ്റേ ദിവസം മലയാളം നോക്കുന്നു. എന്ന് വെച്ചാൽ ആദ്യം പഠിച്ചു തുടങ്ങിയ ഫിസിക്സ് വീണ്ടും ഒന്ന് വായിക്കാനായിട്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു 7-8 ദിവസം എടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ 7-8 ദിവസം കഴിഞ്ഞ് നിങ്ങൾ ഇന്ന് പഠിച്ചൊരു സാധനം വീണ്ടും വായിച്ചാൽ എന്തെങ്കിലും ഓർമ്മ കാണും? ഒന്നും ഓർമ്മ കാണത്തില്ല. നമ്മൾ വീണ്ടും ഒന്നേന്ന് പഠിക്കേണ്ടി വരും, അത് തന്നെ വീണ്ടും വായിക്കേണ്ടി വരും. പിറ്റേ ദിവസം അടുത്ത ദിവസം പഠിച്ച ടോപ്പിക്ക് വീണ്ടും വായിക്കേണ്ടി വരും. അപ്പോൾ ഒരിക്കലും മുമ്പോട്ട് പോകത്തില്ല. പകരം ഒരു സർക്കിളിനകത്ത്, ഒരു കിണറ്റിനകത്ത് കിടക്കുന്ന ഒരു തവളയെ പോലെ ഇങ്ങനെ ഒരു കുറഞ്ഞ ഏരിയയിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. അയാൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിക്കാൻ സമയം കിട്ടത്തില്ല, SCRT പഠിക്കാൻ സമയം കിട്ടത്തില്ല, കറണ്ട് അഫയേഴ്സ് നോക്കാൻ സമയം കിട്ടത്തില്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് റിവിഷന് സമയം കിട്ടത്തില്ല. അപ്പോൾ എത്ര കാലം അയാൾ പഠിച്ചാലും അയാൾക്ക് ഒരിക്കലും റിസൾട്ടിലോട്ട് എത്താൻ പറ്റത്തില്ല. ചിലപ്പോൾ എത്തും, സപ്ലിയിൽ എത്താം, അല്ലെങ്കിൽ ഒരു റാങ്ക് ലിസ്റ്റിന്റെ അവസാനം എത്താം. പക്ഷെ ഒരു റിസൾട്ടിലോട്ട്, അതായത് ജോലി കിട്ടുന്ന റിസൾട്ടിലോട്ട് അവിടെ എത്താൻ പറ്റത്തില്ല. അപ്പൊ അവരെ സംബന്ധിച്ച് ഒരു ബിഗിനറിനുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ്? അവന് കൃത്യമായിട്ട് അറിയാം അവന്റെ മുമ്പിൽ 6 മാസം മാത്രമേ സമയമുള്ളൂ, വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. സോ ആ സമയത്ത് അവൻ പൂർണ്ണമായിട്ടും എഫേർട്ട് കൊടുക്കാൻ തയ്യാറായിരിക്കും. എന്ന് വെച്ചാൽ ഒരാള്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ നിങ്ങൾ ഒരു ബിഗിനറാണ്, ഞാൻ നിങ്ങളെ തന്നെ എടുക്കാം. നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. എല്ലാ ദിവസവും നിങ്ങളൊരു 5 മണിക്കൂർ മാറ്റി വെക്കാൻ തയ്യാറാണ്. 5 മണിക്കൂർ പക്കയായിട്ട് മാറ്റി വെക്കാൻ എല്ലാ ദിവസവും നിങ്ങൾ റെഡിയാണ്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ചേ, നിങ്ങൾക്ക് എല്ലാ ദിവസവും പുതിയൊരു ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തില്ലേ? ഒരു ടോപ്പിക്ക് പഠിക്കാം. ഒരു 5 ടോപ്പിക്കുകൾക്ക് റിവിഷൻ കൊടുക്കാൻ പറ്റും. റിവിഷൻ ഇമ്പോർട്ടന്റ് ആണ്. പലരും റിവിഷൻ കൊടുക്കത്തില്ല. പലരും ചെയ്യുന്നതെന്ന് വെച്ചാൽ റിവിഷൻ എടുക്കുന്ന സമയം പുതിയ ടോപ്പിക്ക് പഠിച്ചാൽ എനിക്ക് അത്രയ്ക്കൂടെ പഠിക്കാൻ പറ്റുമല്ലോ, അങ്ങനെയൊക്കെ ചിന്തിച്ച് ഒരിക്കലും റിവിഷൻ എടുക്കത്തില്ല. അപ്പോൾ റിവിഷൻ എടുക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? എല്ലാം മറന്നു പോകും. നമ്മൾ പുതിയ ടോപ്പിക്കുകൾ പഠിച്ചു പോകുന്നു, പഴയ സാധനങ്ങൾ മൊത്തം മറന്നു പോകുന്നു, ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ ഒരു ബിഗിനറായ നിങ്ങൾ ഒരു പുതിയ ടോപ്പിക്ക് പഠിക്കാൻ റെഡിയാണ്. ഒരു 3-4 പഴയ ടോപ്പിക്കുകൾക്ക് റിവിഷൻ കൊടുക്കാനും റെഡിയാണ്. അത് കഴിഞ്ഞ്, അതായത് 1.5 മണിക്കൂറായിരിക്കും ഒരു പുതിയ ടോപ്പിക്ക് പഠിക്കാൻ എടുക്കുന്ന സമയം, അല്ലെങ്കിൽ 2 മണിക്കൂറായിരിക്കും ഒരു പുതിയ ടോപ്പിക്ക് പഠിക്കാൻ എടുക്കുന്ന സമയം. അത് കഴിഞ്ഞ് എല്ലാ ദിവസവും ഒരു 3-4 ടോപ്പിക്കിന് ഒരു 1.5 മണിക്കൂർ കൊണ്ട് റിവിഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു, വീണ്ടും വളരെ പെട്ടെന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് സമയം കിട്ടും. 1 മണിക്കൂർ എല്ലാ ദിവസവും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് സമയം കിട്ടും, അല്ലെങ്കിൽ മോക്ക് എടുക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടും. അത് കഴിഞ്ഞ് ഒരു 1/2 മണിക്കൂർ കറണ്ട് അഫയേഴ്സിന് വേണ്ടി മാറ്റി വയ്ക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടും. SCRTക്ക് വേണ്ടി എല്ലാ ദിവസവും ഒരു 1/2 മണിക്കൂർ നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഒരു റിവിഷൻ ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് അവിടെ നടക്കും. അതായത് എല്ലാ ദിവസവും പുതിയ ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് പഴയ ടോപ്പിക്കുകൾക്ക് റിവിഷൻ കൊടുക്കാൻ പറ്റും. പുതിയ ടെസ്റ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. കറണ്ട് അഫയേഴ്സ് നോക്കാൻ പറ്റും. 5 മണിക്കൂർ അല്ലെങ്കിൽ 5.5 മണിക്കൂറിനകത്ത് ഇതെല്ലാം തീർക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ചേ, കൺസിസ്റ്റന്റ് ആയിട്ട് ഓരോ ദിവസവും നിങ്ങൾ പുതിയ ടോപ്പിക്കുകൾ മൊത്തം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയതൊന്നും മറക്കുന്നില്ല. നിങ്ങളുടെ സ്കിൽസ് കൂട്ടാൻ വേണ്ടി ടെസ്റ്റ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു. SCRT മാർക്ക് പോകാതിരിക്കാനായിട്ട് അത് വായിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു 6 മാസം ഒന്ന് കണ്ടിന്യൂ ചെയ്യുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കേ. 6 മാസം എന്ന് വെച്ചാൽ 180 ദിവസം. ഈ 180 ദിവസം ഒരു ടോപ്പിക്ക് വെച്ച് പഠിച്ചാൽ 180 ടോപ്പിക്സ് ആണ്. ഞാനൊരു കാര്യം പറയട്ടെ,
PSCയുടെ സിലബസ് എടുത്താൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന എക്സാമിന്റെ സിലബസ് എടുത്താൽ 180 ടോപ്പിക്സ് ആ സിലബസിനകത്ത് ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, കാണത്തില്ല. മാക്സിമം ഒരു 100 ടോപ്പിക് അല്ലെങ്കിൽ 110 ടോപ്പിക് അത്ര മാത്രമേ കാണത്തുള്ളൂ. അതായത് എഫക്റ്റീവായിട്ട് 6 മാസം കൊണ്ട് എല്ലാ സിലബസും തീർക്കാൻ പറ്റും. എല്ലാം തീർക്കണമെന്ന് ഞാൻ പറയത്തില്ല. ഒരിക്കലും ചോദിക്കാത്ത കുറെ സിലബസ് ഉണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. അത് പഠിക്കേണ്ട ആവശ്യമില്ല. അവിടെ ക്വസ്റ്റ്യൻസ് മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ ഈ 6 മാസം കൊണ്ട് സിലബസ് നമുക്ക് പ്രധാനപ്പെട്ടതെല്ലാം നമുക്ക് തീർക്കാൻ പറ്റും. എല്ലാം നമുക്ക് തീർക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ റിവിഷൻ കൊടുക്കാം. ഇതുവരെ ചോദിച്ച എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യാം. SCRT മൊത്തം നമുക്ക് തീർക്കാം. കറണ്ട് അഫയേഴ്സ് മൊത്തം നമുക്ക് തീർക്കാം. സോ ഒരു സീനിയർ അവിടെ ഒരു ലൂപ്പിൽ കിടക്കുമ്പോൾ, ഒരു ലൂപ്പിൽ ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് ഒരു സ്ട്രാറ്റജി ഇട്ട് നമുക്ക് മുമ്പോട്ട് കയറി അങ്ങ് പോവാം. അവിടെ ഒരു ഡൗട്ട് ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കി, സീനിയർ ഏത് ലൂപ്പിലാണ് കിടക്കുന്നത്? പുള്ളിയുടെ കയ്യിൽ കുറേ റാങ്ക് ഫെയിലുകളാണ്. കുറേ റാങ്ക് ഫെയിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു റാങ്ക് ഫെയിൽ മര്യാദയ്ക്ക് പഠിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും. ഒരു 6 മാസം കഴിയുമ്പോൾ, 6 മാസം പോലും പോകത്തില്ല, ഒരു 4 മാസം കഴിയുമ്പോൾ അതേ സ്ഥാപനം തന്നെ റിവൈസ്ഡ് റാങ്ക് ഫെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഇറക്കും. അപ്പൊ പുള്ളിയുടെ മനസ്സിനകത്തുള്ള ധാരണ എന്താണ്? എന്റെ ഇല്ലാത്ത എന്തോ ഒരു സാധനം ആ റാങ്ക് ഫെയിലിനകത്തുണ്ട്. ഓടിപ്പോയിട്ട് ആ റാങ്ക് ഫെയിൽ പോയി മേടിക്കും, അല്ലെങ്കിൽ ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ ബുക്ക് പോയി മേടിക്കും. അപ്പോൾ ഒന്നും പഠിക്കത്തില്ല. കുറെ മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ കാണും, കുറെ നോട്ട് നമ്മുടെ കയ്യിൽ കാണും, കുറെ മെറ്റീരിയൽസ് മാത്രമുണ്ട്. പക്ഷെ അവിടെ പ്രിപ്പറേഷൻ നടക്കത്തില്ല. പുള്ളി ആ ലൂപ്പിൽ കിടക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വ്യക്തമായ സ്ട്രാറ്റജിയിൽ നമുക്ക് ആ പുള്ളിയെ വെട്ടി അല്ലെങ്കിൽ ക്രാക്ക് ചെയ്ത് മേലിലോട്ട് വരാൻ പറ്റും. മക്കളെ, ഒരു കാര്യം നിങ്ങൾ ആലോചിക്കാം. ഒരു എക്സാമിൽ, ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിൽ ഒരിക്കലും ചോദിക്കത്തില്ല നിങ്ങൾ എത്ര വർഷം പഠിച്ചു എന്ന് ചോദിക്കത്തില്ല. നിങ്ങൾ മോർണിംഗ് ബാച്ച് ആണോ, ഈവനിങ് ബാച്ച് ആണോ, നൈറ്റ് ബാച്ച് ആണോ, പാവപ്പെട്ടവനാണോ, പണക്കാരനാണോ, ഒരു ക്വസ്റ്റ്യനും വരത്തില്ല. അവിടെ ചോദിക്കുന്ന അല്ലെങ്കിൽ വാല്യൂ ആയിട്ടുള്ള ഒറ്റ സാധനം മാത്രമേ ഉള്ളൂ: നിങ്ങൾ എന്ത് നേടി, എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി, അത് മാത്രമേ ചോദിക്കത്തുള്ളൂ. അപ്പോ ഫസ്റ്റ് ആദ്യം വേണ്ട ഒരു കാര്യം, നിങ്ങളൊന്ന് ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, കാര്യം നിങ്ങളെ വിശ്വസിക്കാൻ വേറെ ഒരാളും വരത്തില്ല. എല്ലാവരും നിങ്ങളെ എതിർക്കാൻ മാത്രം നിൽക്കുമ്പോൾ നിങ്ങളെ വിശ്വസിക്കാൻ ആര് മാത്രമേ ഉള്ളൂ? നിങ്ങൾ മാത്രമേ ഉള്ളൂ. സോ നിങ്ങളെ കൊണ്ട് നേടാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഉണ്ടാക്കുക. എന്തായിരിക്കണം ആ സ്ട്രാറ്റജി? എല്ലാ ദിവസവും പുതിയൊരു ടോപ്പിക്ക്, 4-5 ടോപ്പിക്കിന് മസ്റ്റായിട്ട് റിവിഷൻ കൊടുക്കും. എല്ലാ ദിവസവും ഒരു ഫുൾ ടെസ്റ്റ് എടുക്കും. അത് കഴിഞ്ഞ് കറണ്ട് അഫയേഴ്സ് ഒരു 20 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. ആ സ്ട്രാറ്റജി കൃത്യമായിട്ട് നിങ്ങൾ എൻഷുർ ചെയ്യുക. വൈകുന്നേരം അത് തീർക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കാം, ഓക്കെ ഇത് സിമ്പിൾ അല്ലേ, ഒരു ടോപ്പിക്ക് പഠിച്ചാൽ പോരെ, 5 ടോപ്പിക്കിന് റിവിഷൻ കൊടുത്താൽ പോരെ, എന്നെ കൊണ്ട് പറ്റും. മക്കളെ, ഇത് ഒരു ദിവസം എല്ലാവർക്കും പറ്റും, 2 ദിവസം എല്ലാവർക്കും പറ്റും. അത് ആ സീനിയറിനും പറ്റിയിട്ടുണ്ട്. 3 ദിവസം എല്ലാവർക്കും പറ്റും. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാവർക്കും പറ്റത്തില്ല. അത് നിങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. സോ ഈ സ്ട്രാറ്റജി ഒന്ന് ഫോളോ ചെയ്താൽ ഒരു ലൂപ്പിലും പെടാതെ കൃത്യമായിട്ട് ഒരു 6 മാസം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് മാറ്റിവെച്ചാൽ ഏതൊരു എക്സാമിനെ നിങ്ങൾ ക്രാക്ക് ചെയ്തിരിക്കും. അവിടെ ഒരു കാര്യം ഓർക്കുക, പലരും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് അവർക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല? അവിടെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഫാമിലി ഫംഗ്ഷൻ വരാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ദിവസം ബ്രേക്ക് കൊടുത്തങ്ങ് പോകും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ വെള്ളിയാഴ്ച അങ്ങനെ വന്നു, ഒരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ മനസ്സിനകത്ത് ഓക്കെ ഇന്ന് വെള്ളിയായി, ശനി ഞായറും, ശനി പന്ന ദിവസമാണ്, തിങ്കളാഴ്ച വിടും, നല്ലൊരു റീസ്റ്റാർട്ട് കൊടുക്കാം. അപ്പൊ തിങ്കളാഴ്ച നമ്മൾ വിചാരിക്കും തിങ്കളാഴ്ചയെക്കാളും നല്ല ദിവസം ബുധനാഴ്ചയാണ്. ബുധനാഴ്ച വിചാരിക്കും ബുധനാഴ്ചയെക്കാളും നല്ല ദിവസം അടുത്ത തിങ്കളാഴ്ചയാണ്. ജ്യോതിഷപരമായിട്ട് ഏറ്റവും നല്ലത് ആ ദിവസമായിരിക്കും. അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ച് മുന്നോട്ട് പോയി എക്സാം എല്ലാം കഴിഞ്ഞ് നമ്മുടെ പ്രായം മൊത്തം പോയി അങ്ങ് പോകും. ഓക്കെ, അതായത് വല്ലവർക്കും വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയം ഒരിക്കലും നിങ്ങൾ കളയരുത്. ഞാനൊരു ഉദാഹരണം പറയട്ടെ. സപ്പോസ് നിങ്ങൾ മരിക്കുകയാണെന്ന് സങ്കല്പിക്കാം. വെറുതെ പറഞ്ഞ കേട്ടോ, അങ്ങനെയല്ല. ഞാൻ മരിക്കുകയാണെന്ന് സങ്കല്പിച്ചോ. നിങ്ങളും ഞാനും എല്ലാവരും മരിച്ചു. അപ്പൊ നമ്മളെല്ലാം മരിച്ചു കഴിയുമ്പോൾ എല്ലാവരും പറയുന്ന എന്താണ്? നമ്മുടെ പേര് പോലും ആരും പറയത്തില്ല. ഇപ്പൊ ഞാൻ അമൽ എന്ന ആള് മരിച്ചു. അമല് മരിച്ചാല് അമല് വന്നോന്ന് ആരും ചോദിക്കത്തില്ല. പകരം ചോദിക്കുന്ന എന്താണ്? ഡെഡ് ബോഡി വന്നോ, അല്ലെങ്കിൽ ബോഡിയുടെ സംസ്കാരം എപ്പോഴാണ്. അങ്ങനെ മാത്രമായിരിക്കും ചിലപ്പോൾ നമ്മുടെ അടുത്ത ബന്ധുക്കൾ വരെ പറയുന്നത്, അല്ലെങ്കിൽ നാട്ടുകാർ പറയുന്നത്, നമ്മുടെ ഫ്രണ്ട്സ് പറയുന്നത്. നമ്മുടെ പേര് പോലും പിന്നെ അപ്രസക്തമാകും, എല്ലാവരും മറന്നുപോകും. അപ്പോൾ അവർക്ക് വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങൾക്ക് മാറ്റിവെക്കണം. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. അതോ ആരൊക്കെ പോയാലും എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾക്കൊരു ജോലിയുണ്ട്, നിങ്ങൾക്ക് കൃത്യമായിട്ട് വരുമാനം കിട്ടിയിരിക്കും. അതിപ്പോ നിങ്ങൾ പ്രകൃതി ദുരന്തം വന്നാലും കോവിഡ് വന്നാലും എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് സാലറി വന്നുകൊണ്ടിരിക്കും. സോ സ്വന്തം കാലിൽ ഹാപ്പി ആയിട്ട് നിൽക്കണം. എല്ലാ മാസവും കൃത്യമായിട്ട് സാലറി കിട്ടണം. അതിനൊരു എഫേർട്ട് നമുക്ക് കൊടുക്കണം. അതോ ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയണം? ബാക്കി ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച്, ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയണം? അതോ
നമുക്ക് ഈ എക്സാമിനെ ക്രാക്ക് ചെയ്യണം. അവസാനം ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഒരു ബിഗിനറിന് ഉറപ്പായിട്ടും 3-4 വർഷം ഒരു എക്സാമിനെ പഠിച്ചവനെ അല്ലെങ്കിൽ 3-4 വർഷം കൊണ്ട് ഫോളോ ചെയ്തവനെ ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും. 3-4 വർഷം കൊണ്ട് പഠിച്ചിട്ടും അവർക്ക് ജോലി കിട്ടാത്തത് അവരുടെ സ്ട്രാറ്റജിയിലെ പാളിച്ച മൂലമാണ്. സോ നിങ്ങൾക്ക് അത് ഉണ്ടാവത്തില്ല. സോ നന്നായിട്ട് പഠിച്ചു തുടങ്ങിയിട്ട് ഇനി നിങ്ങളിപ്പോ ഡിഗ്രി ലെവൽ എക്സാം എല്ലാം അപ്ലൈ ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അടിപൊളി സപ്പോർട്ട് വേണം, ഒരു മെന്റർഷിപ്പ് വേണം. അങ്ങനെ കൂടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഒരു കമ്മ്യൂണിറ്റിയിൽ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ സൂപ്പർ നോട്ട്സ് ഇപ്പോൾ എൻ്റെ ഒരു ഗോൾഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡിഗ്രി ലെവൽ ഗോൾഡ് ബാച്ച് ബൈ അമൽ കൃത്യമായിട്ടൊരു സ്ട്രാറ്റജിയിൽ പഠിക്കേണ്ട ടോപ്പിക്കുകൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഇതേപോലെ എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം ഒരു മെന്റർഷിപ്പ് സെഷൻ ഇട്ടുകൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും ഒരു മോട്ടിവേഷൻ സെഷൻ ഇട്ടുകൊണ്ട് തീയായിട്ട് പിള്ളേരെ നിർത്തി അടിപൊളിയായിട്ട് പോകുന്നൊരു ബാച്ച് നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആ ഡിഗ്രി ലെവൽ ഗോൾഡ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ അതിനകത്തുള്ളൂ. സോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇന്നോ നാളെയോ കൊണ്ട് നിങ്ങൾ ജോയിൻ ചെയ്തോ, എന്നിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെച്ചോ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം മാറ്റിവെച്ചോ. ഒരു ടെൻഷനും ഇല്ലാതെ, ഒരു ആലോചനയും ഇല്ലാതെ, എന്നെ കൊണ്ട് പറ്റുമോ എന്നൊരു ചിന്തയില്ലാതെ നമുക്ക് ഈ എക്സാം എല്ലാം തന്നെ ക്രാക്ക് ചെയ്തെടുക്കാം. ക്ലാസ്സിൽ കാണാം മക്കളെ, മറക്കണ്ട.